ആ റോസിസ്റ്റേ എന്താ ഇവിടെ പരിപാടി? ഇത് കണ്ട നമ്മള് ബഡ് ചെയ്ത ആ സാധനം പൂവുണ്ടായി. അടിപൊളിയല്ലേ നോക്കി? അടിപൊളി. നമ്മുടെ ആദ്യ പരീക്ഷണാണ്. ആദ്യം ബഡ് ചെയ്തത് പോയായിരുന്നു, ഓർക്കണ്ടേ ഇതില്? ഇതിപ്പോ രണ്ടാമത് കഴിഞ്ഞ ദിവസം ബഡ് ചെയ്ത് പൂർണ്ണമായിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിയിട്ടില്ലാന്ന് ഞാൻ വിചാരിച്ചിരുന്നേ. ഇവിടെ നിക്കണണ്ട തൊള്ള പോലെ. പക്ഷെ എന്നിട്ടും എന്ത് ചെയ്തു, ഈ ഭാഗം അവിടെ അങ്ങനെ ഉറച്ചു. ഇത് ബഡ് ചെയ്യാന്ന് മനസ്സിലായില്ലേ നിങ്ങക്ക്? അതായത് ഇത് നാടൻ സാധനമാണ്. നാടൻ സാധനം എന്ന് പറഞ്ഞത് ഈ തരം നാടൻ അടിയനിയും. ഇത് ഡബിൾ പെറ്റലാണ്, കണ്ടാ? ഡബിൾ പെറ്റലാണ്. അതിന്റെ ഷെയ്ഡൊക്കെ നോക്കി നല്ല അടിപൊളിയല്ലേ? അപ്പൊ എനിക്ക് ഇത് കിട്ടണത് ഈ പൂവുണ്ടാവണമെന്ന് ഒരാഗ്രഹം. അപ്പൊ ഇത് നാടൻ അടിയത്തിന്റെ വിത്ത് പാകി മുളപ്പിച്ചതാണ്. ഇത് ഈ കടയമേ നമ്മള് ഇതിന്റെ ഒരു കഷ്ണം എടുത്ത്, ഇത്ര പോകുന്ന കഷ്ണം കണ്ട, ഇത്ര പോകുന്ന കഷ്ണം എടുത്ത് ബഡ് ചെയ്തപ്പോ അതിമേന്ന് വന്ന ആദ്യത്തെ ഷൂട്ടാണത്. ഇതൊരു ഭംഗിയായിട്ട് പൂവുണ്ടായിരിക്കും, നിറച്ചു മുട്ടാണ്, അടിപൊളി. ഇതിന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കി. ഇങ്ങനെയാണ് ഈ കർത്താവിന്റെ മുറിവുകളോട് നമ്മുടെ മുറിവുകളെ ചേർത്ത് വെക്കണമെന്ന് പറയണില്ലേ? അതെന്താണെന്ന് മനസ്സിലായ? ഞാനിത് ചെയ്തപ്പോ എനിക്കൊരു ധ്യാനം എൻ്റെ ഉള്ളിൽ വന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ചെറുതും വലുതുമായ വേദനകളൊക്കെ നമ്മൾ ഈശോയുടെ തിരുമുറിവുകളോട് ചേർത്ത് വെക്കുമ്പോൾ അത് രണ്ടും കൂടി ഒന്നാവും. അപ്പം നമ്മുടെ മുറിവുകൂടെ പിന്നെ പ്രവഹിക്കുന്നത് പോസിറ്റീവ് എനർജിയാണ്. ചിലപ്പോൾ നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി ആരെങ്കിലുമൊക്കെ നമ്മളെ കുറ്റപ്പെടുത്തുകയോ ഡിവാലുവേറ്റ് ചെയ്യുകയോ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ തളരെയും തകരുമൊന്നും വേണ്ട. ഇത് നമുക്ക് കുടുംബജീവിതം നയിക്കുന്നവർക്ക്, ഏത് ജീവിതം നയിക്കുന്നവർക്കും ഇത് വലിയ പാടാണ്. അപ്പം നമ്മുടെ നാടൻ സാധാ മനുഷ്യരാണ്. നമ്മുടെ സഹനം കർത്താവിൻ്റെ തിരുഹൃദയത്തോട് കുത്തിത്തുറക്കപ്പെട്ട തിരുവിലാവിനോട് നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ മുറിവ് അഭിഷേകമുള്ളതാവും. എന്നിട്ട് അതിൽ കൂടെ അടിപൊളി നമ്മൾ കാണാത്ത തരത്തിലുള്ള പൂവ്. അപ്പോൾ ഇത് വെച്ച സാധനം തന്നെയാവില്ല ഉണ്ടാവുന്നത്. അത് പിന്നെയും കുറേ കൂടി ഭംഗിയായിട്ടുള്ള പൂവാക്കി മനോഹരമായ പൂവായിട്ട് മാറുകയാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും സുഗന്ധപൂർണമായ ജീവിതം, അഭിഷേകപൂർണമായ ജീവിതം ഉണ്ടാകാനായിട്ട് നമ്മുടെ മുറിവുകളെ നമുക്ക് തിരുമുറിവുകളാക്കാൻ ഈ നോമ്പ് കാലത്തിൽ നമുക്കൊന്ന് തീരുമാനിക്കാം. എല്ലാവരും റെഡിയല്ലേ? നമുക്ക് ഒരുമിച്ച് കൊച്ചു കൊച്ചു സഹനങ്ങളെ കർത്താവിൻ്റെ തിരുമുറിവുകളോട് ചേർത്ത് ഇത്തരത്തിൽ അഭിഷേകപൂർണമായ ജീവിതം നമുക്ക് അഭിഷേകപൂർണമായ ജീവിതമാക്കി നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റാം. ഓക്കെ, ബൈ ഏബൽ.